ശ്രീ ബിജി എബ്രഹാം, ഒരു പൊതുഗതാഗത സംവിധാനം അത് ഏതുമാകട്ടെ അതിനോട് ഒപ്പം നിൽക്കുക എന്നുള്ളതല്ലേ എപ്പോഴും ഒരു ഭരണ സംവിധാനം ചെയ്യേണ്ടത്. ഇവിടെ കേരയിൽ സിൽവർ ലൈൻ എന്ന് പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് നടപ്പിലാകില്ല എന്ന് കേന്ദ്രം നിലപാടും എടുത്തു കഴിഞ്ഞു. കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതും അവർ വ്യക്തമാക്കുന്നു. അശാസ്ത്രീയമായ രീതിയിലാണ്, പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകും എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ സിൽവർ ലൈൻ വരില്ല എന്നുള്ളത് വ്യക്തമാണ്. കേരയിൽ വരും കേട്ടോ എന്നിങ്ങനെ ഇടയ്ക്കിടെ പറയുന്ന മുഖ്യമന്ത്രിയെയും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേന്ദ്രം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. സിൽവർ ലൈൻ നടപ്പാകില്ല, അപ്രായോഗികമാണ്. സംസ്ഥാനത്തിന് അതിവേഗ റെയിൽവേയുമായി മുന്നോട്ടു പോകാം, പക്ഷേ സഹകരിക്കണം. പന്തിപ്പോൾ സംസ്ഥാനത്തിന്റെ കോർട്ടിലാണ് എന്ന് പറയുമ്പോൾ കേരളം വച്ചു പുലർത്തുന്ന ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? തങ്ങളുടെ പൗരന്മാർക്ക് വികസനമാണ്, അടിസ്ഥാന സൗകര്യങ്ങളാണ് യാത്രയിൽ ഒരുക്കേണ്ടത് എങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് കാട്ടുന്നത്, രാഷ്ട്രീയ നാടകം കളിക്കുന്നത്? 2026-27 വർഷത്തെ ബജറ്റ് ഇപ്പം ഫെബ്രുവരി മാസം 1-ാം തീയതി കഴിഞ്ഞതല്ലേ ഉള്ളൂ. മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം എഴുതിയത് ആത്മനിർഭർ ഭാരത് എന്നുള്ളത് ആമ നിർഭർ ഭാരത് എന്നാണ് എഴുതിയത്. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ അത് വന്നു കാണും. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലല്ലേ എന്നാണ് ആളുകളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കേരളത്തിലാണെങ്കിൽ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എത്ര മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ബജറ്റ് നടന്ന ദിവസം എത്രമാത്രം നിരാശയോടുകൂടിയാണ് BJPയുടെ സംസ്ഥാന നേതാക്കന്മാരെല്ലാം ബജറ്റ് കണ്ടുകൊണ്ടിരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയതെന്നുള്ളത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് പ്രക്ഷേപണം ചെയ്തതാണ്. അപ്പൊ കേരളത്തിന് പൂർണ്ണമായിട്ടും പാടെ അവഗണിക്കുക എന്നൊരു നയമാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിലധികമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന BJP ഭരണകൂടം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഐദർ യു ആർ വിത്ത് അസ് ഓർ യു ആർ എഗൻസ്റ്റ് അസ് എന്നൊരു നിലപാടാണ്. നിങ്ങൾ BJP ഭരിക്കാത്ത സംസ്ഥാനമാണെങ്കിൽ, പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും തന്നെ സാമ്പത്തികമായി മുൻപോട്ട് വരണ്ട, അവിടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊന്നും നടക്കണ്ട എന്ന ഒരു നിലപാടാണ് കേന്ദ്ര ഭരണകൂടം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീധരന് ഈ ബജറ്റിന് തൊട്ടു മുൻപ് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഓഫീസ് അദ്ദേഹം തിരൂര് പൊന്നാനിയിൽ അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. വലിയ അഭ്യൂഹങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ബജറ്റ് കഴിഞ്ഞതിന് ശേഷം BJP നേതാക്കന്മാരുടെ മുഖത്തൊക്കെ ഉണ്ടായിരുന്ന മ്ലാനത, അവരുടെ ജാള്യം ഒക്കെ പൊതുമണ്ഡലത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ശ്രീധരൻ കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട്, ഡൽഹി മെട്രോ റെയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം രാജ്യത്തിന് വലിയ സംഭാവന നൽകിയ ആളാണ്. കേരളമൊക്കെ രാജ്യം ആദരവോടെ കാണുന്ന ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന പേരിൽ MLA ആകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓഫീസ് തുടങ്ങിയതൊക്കെ നമ്മൾ കണ്ടു. ഈ പ്രാവശ്യം തുടങ്ങിയ ഓഫീസ് ഏതാണ്ട് ഇത്തരത്തിലുള്ളതാണോ എന്ന് ന്യായമായിട്ട് ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് രാജ്യത്തെ ഏതാണ്ട് 4% ഇന്ത്യയുടെ GDPക്ക് സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ഏതാണ്ട് 1.18% മാത്രം ഭൂവിടമുള്ള, ഏതാണ്ട് 2.8% ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം. അതിന്റെ ജനസംഖ്യയെക്കാട്ടിലും എത്ര അധികമാണ് അതിന് രാജ്യത്തിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന് സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് റെയിൽവേ വികസനം എന്ന് മാത്രമല്ല കേന്ദ്ര ഭരണകൂടത്തിന്റെ യാതൊരുവിധ പിന്തുണയും ആവശ്യമായ തരത്തിൽ ലഭിക്കുന്നില്ല. ഇപ്പൊ ഈ ഒരു ബജറ്റിന് മുൻപ് തന്നെ കേരളത്തില് മുൻപുണ്ടായിരുന്ന ഗവൺമെന്റ് കേരയിൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണെങ്കിലും അതിവേഗ റെയിൽ പദ്ധതി എന്ന പേരിൽ ഇപ്പം അവതരിപ്പിച്ച RRTS എന്ന് പറയുന്ന പദ്ധതിയാണെങ്കിൽ ഇതിനൊന്നും വേണ്ട ഒരു ഗൗരവമോ പരിഗണന നൽകിയിട്ടില്ല. ഈ സൗത്ത് ഇന്ത്യയിലെ തന്നെ മറ്റ് 4 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ഏതോളം പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കേരളത്തെ അതിനകത്തൊന്നും പരാമർശിക്കാതിരിക്കുന്നത് BJP ഭരിക്കാത്ത ഒരു സംസ്ഥാനമായതുകൊണ്ടാണെന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്, രാജ്യത്തുള്ള എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഈ വിധത്തിൽ ശത്രുതാ മനോഭാവത്തോടെയാണ് കേന്ദ്ര സർക്കാർ ബജറ്റിനകത്ത് ഇടപെട്ടത്. മറ്റൊരു സംഗതി, ഈ ബജറ്റ് മാത്രമല്ല ഫിനാൻസ് കമ്മീഷന്റെ ഇടപെടലുകളാണെങ്കിലും കേന്ദ്ര ഭരണകൂടം വിവിധ തരത്തിൽ സംസ്ഥാനത്തെ ഏതാണ്ട് ശത്രു രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളെ വരുതിയിലാക്കുന്നതുപോലെയാണ് പലപ്പോഴും കേരള സംസ്ഥാനത്തിനെതിരെ കേന്ദ്ര ഭരണകൂടം എടുക്കുന്ന സാമ്പത്തിക നിലപാടുകളൊക്കെ തന്നെ.
അപ്പം അതുകൊണ്ടാണ് ജനങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു പോകുന്നത് കേരളം എന്തുകൊണ്ടാണ് ഇന്ത്യയിലല്ലേ എന്നൊരു ന്യായമായ സംശയം ചോദിച്ചു പോകുന്നത്. ഈ വന്ദേ ഭാരത് തീവണ്ടി ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പാസഞ്ചർ കപ്പാസിറ്റി ഉള്ള വെയിറ്റിംഗ് ലിസ്റ്റിൽ ഏറ്റവും അധികം ആളുകളുള്ള ഒരു സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തീവണ്ടികളിൽ ഏറെ ആളുകൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയും ഏറെ ആളുകൾ തീവണ്ടി യാത്രകളെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിന്റെ റോഡ് ഗതാഗതത്തിന്റെ തിരക്ക് നമ്മൾക്കെല്ലാം അറിയാവുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഫോർ വീലറുകൾ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ, എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനം കേരളത്തിനുണ്ട്. കേരളത്തിന്റെ സാമ്പത്തികമായ ശേഷി, ജനങ്ങളുടെ ശേഷി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളും വളരെ അധികമാണ്. ഇന്ത്യയിൽ തന്നെ അതിദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമാണ്. 0.5% മാത്രമേ ഇന്ത്യയിൽ ദാരിദ്ര്യം അളക്കുന്ന കണക്കെടുത്ത് പരിശോധിച്ചാൽ പോലും അത്ര മാത്രമേ ഉള്ളൊരു സംസ്ഥാനം. കേരളത്തിലെ ജനങ്ങളുടെ ക്രയശേഷി വളരെ കൂടുതലാണ്. അപ്പം കേരളത്തിലെ റോഡുകൾ അനുഭവിക്കുന്ന തിരക്ക് എത്രമാത്രം വലുതാണ് നമ്മൾക്കറിയാം. തീവണ്ടി യാത്രകളിൽ പാസഞ്ചേഴ്സ് തലകറങ്ങി വീഴുന്നത്, ശ്വാസം മുട്ടുന്നത്, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടും തിരക്കും നമ്മൾ മാധ്യമങ്ങളിൽ കൂടി നിത്യവും കാണുന്നതാണ്. ഈ പരിസരത്തിലാണ് കേരളത്തെ സംബന്ധിച്ച് അതിവേഗ തീവണ്ടി മാത്രമല്ല റോഡ് വികസനവും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട. കേരളം വികസനത്തിന്റെ പുതിയൊരു പന്താവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും വികസിക്കണമെന്നുണ്ടെങ്കിൽ, വികസനം വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനം തന്നെയാണ് ചോദിച്ചത്. അങ്ങനെ വികസിക്കണം എന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള സമീപനത്തോടുകൂടി സംസ്ഥാന സർക്കാർ നീങ്ങിയാലല്ലേ മതിയാകൂ. ഇന്ന് രാജ്യസഭയിൽ കൃത്യമായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ ചോദ്യത്തിനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ മറുപടി നൽകിയത്. എന്ന് മാത്രമല്ല, കേന്ദ്ര റെയിൽ പദ്ധതികൾക്കായി കേരളം ഇതുവരെ നൽകിയത് വെറും 14% ഭൂമി വിട്ടുകൊടുക്കൽ മാത്രമാണ് എന്നുള്ളതാണ്. ഭൂമി കണ്ടെത്തി നൽകിയാൽ മാത്രമേ കേന്ദ്രത്തിന് അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് മാത്രം ഇങ്ങനെ നിരന്തരം പറയുകയും പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തിട്ടില്ല എന്നുള്ള സ്ഥിതി വിവര കണക്കുകളുമാണ് പുറത്തു വരുന്നത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂയിടത്തിന്റെ വെറും 1.18% മാത്രം ഭൂമിയുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടേത്. അതിന്റെ തന്നെ 1/3 എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളും വനപ്രദേശമാണ്. ബാക്കിയുള്ള 2% പ്രദേശത്താണ് ഈ 3.5 കോടി ആളുകളും തിങ്ങിപ്പാർക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ജനസാന്ദ്രത മാത്രമല്ല, നമ്മൾക്ക് ഭൂമിയുടെ വില എന്ന് പറയുന്നത് നഗരങ്ങളിൽ, ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളിലുള്ള വിലയ്ക്ക് ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന വിലയാണ് കേരളത്തിലെ ഭൂമിക്കുള്ളത്. വളരെ ജനനിബിഡമായ ഒരു പ്രദേശം. കേരളത്തിലാണെങ്കിൽ വ്യാവസായവൽക്കരണത്തെ കുറിച്ച് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ഭൂമിയുടെ അധികരിച്ച വിലയാണ്. മറ്റൊന്ന്, മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങളൊന്നും കേരളത്തെ പോലുള്ള ഒരു പ്രദേശത്ത് സാധ്യമല്ല. അപ്പൊ ഇത്തരം ഒരു പരിസരം കേരളത്തില് റോഡ് വികസനമാണെങ്കിലും റെയിൽ വികസനമാണെങ്കിലും ഒക്കെ വ്യാവസായിക വൽക്കരണമാണെങ്കിൽ പോലും ഇതിനൊക്കെ തന്നെ ഇതും ബാധകമായ ഒരു സംഗതിയാണ്. അത്രമാത്രം ജനനിബിഡമായ ഭൂമി കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന ഏതൊരു പദ്ധതിയാണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ച് അവര് ഏറ്റവും മെച്ചമായ ന്യായം എന്ന് മാത്രമല്ല അതിനെക്കാട്ടിൽ ഉപരിയായിട്ടുള്ള വില നൽകി മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയില് നാഷണൽ ഹൈവേയുടെ വികസനം വന്നപ്പം ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ആദ്യമായിട്ട് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് ഭൂമിക്ക് ഏതാണ്ട് 6000 കോടിയോളം രൂപ നൽകിയിട്ട് ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ടുന്ന ഒരു സാഹചര്യം വന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ആദ്യമായിട്ട് കേരളം കാര്യങ്ങളിൽ കേന്ദ്രത്തെ പ്രതിരോധിക്കാൻ. ശരി, പറഞ്ഞോളൂ. ഒരു കാര്യം കൂടെ. മറ്റൊന്ന്, ഇപ്പം നമ്മൾ വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ ഈ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ എന്ന നിലയിൽ ചരക്ക് ഗതാഗതത്തിന് നമ്മുടെ ട്രാൻസ്പോർട്ടേഷന്റെ വളരെ നിർണായകമായ മറ്റൊരു വികസനം കൂടിയാണല്ലോ വിഴിഞ്ഞത്ത് സംഭവിക്കുന്നത്. അതിനുപോലും കേരളത്തിന്റെ സംഭാവന എത്രമാത്രമായിരുന്നു എന്ന് ഈ ഒന്നാം ഘട്ടത്തിൽ ഏതാണ്ട് 5500 കോടി രൂപ മുടക്കി കേരളം ഏത് വിധത്തിലാണ് ആ പദ്ധതിയോട് താല്പര്യപൂർവ്വം മുമ്പോട്ട് വന്ന് നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന നിലയിൽ സാധാരണ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റ് എല്ലാ 22ഓളം പോർട്ട് പദ്ധതികൾക്കെല്ലാം തന്നെ SPV എന്ന നിലയിൽ കേന്ദ്ര ഭരണകൂടം പണം അനുവദിച്ചു കൊടുത്തു. അപ്പൊ കേരളത്തിന് അത് നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് ദീർഘമായ ഒരു ലോണാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. ഏതാണ്ട് 900 കോടി രൂപയ്ക്ക് അടുത്ത് വരുന്ന പണം നമ്മൾ ലോണായിട്ട് തിരിച്ചടച്ചു വരുമ്പോൾ ഏതാണ്ട് 12000 കോടി രൂപയോളം അടയ്ക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളം ഈ രാജ്യത്തിന്റെ ഒരു ഭാഗമേ അല്ല എന്ന നിലയിലുള്ള ഒരു സമീപനമാണ് ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഭരണകൂടം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നിരാശ കേരളത്തിലെ BJPയുടെ നേതാക്കന്മാർക്ക് അടക്കമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ശരി,
എന്തായാലും കേന്ദ്രത്തെ പ്രതിരോധിക്കാൻ ഇത്തരത്തിൽ ജനസാന്ദ്രത പറയുമ്പോൾ റെയിലിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് നമ്മൾ കണ്ടതാണ്. പലരുടെയും സ്വകാര്യ മുറികളിൽ അടക്കം മഞ്ഞക്കുറ്റി കൊണ്ട് സ്ഥാപിച്ചതും എത്രത്തോളം വിവാദമായി എന്നുള്ളത്.